പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ പരവൂരിലെ നാട്ടുകാർക്ക് പ്രിയങ്കരനായ മനുഷ്യസ്നേഹി കൂടിയായിരുന്നു സലീംകുമാർ. നല്ലൊരു കർഷകൻ, കാണുമ്പോഴൊക്കെ ഒരു സാധാരണ മനുഷ്യനെ പോലെ. വെള്ളിത്തിരയിലെ അഭ്രപാളികളിൽ ഒരുപാട് കഥാപാത്രങ്ങളെ സമ്മാനിച്ച തിളക്കമൊന്നും നാട്ടുകാർക്ക് അനുഭവപ്പെടാത്തൊരു പച്ചയായ മനുഷ്യൻ്റെ സാന്നിധ്യം, അതൊക്കെ ആ ഓർമ്മകളൊക്കെ അയവിറക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ പരവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉണ്ടാകും. ഒരുപാട് വേദികളിൽ കത്തിനിന്ന സലീംകുമാർ എന്ന നടൻ ഓർമ്മയാകുന്നു. ജനങ്ങളുടെ മനസ്സിൽ പ്രിയപ്പെട്ട അയൽവാസി, അല്ലെങ്കിൽ പരവൂരിൻ്റെ സ്വന്തം പുത്രൻ രമേഷ് പിഷാരടി. അദ്ദേഹം കുറച്ചധികം കാലം ഈ സലീംകുമാറിൻ്റെ മാനേജരായി പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രമേഷ് പിഷാരടി പറഞ്ഞത് സലീം എനിക്ക് ഗുരുനാഥനാണ് എന്നത്. ഒരുപക്ഷെ രമേഷ് പിഷാരടിക്ക് മിമിക്രിയിലേക്കുള്ള വഴി തെളിച്ചു കൊടുത്തത് സലീംകുമാറാണ്. ആ പഴയകാല ഒരു ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷക സ്ക്രീനിൽ കണ്ടത്. രമേഷ് പിഷാരടിയും സലീംകുമാറുമാണ് സ്ക്രീനിൽ കാണുന്നത്. ഒരുപാട് കാലം ഈ സലീംകുമാറിൻ്റെ ട്രൂപ്പ് നോക്കി നടത്തുന്ന ജോലിയായിരുന്നു രമേഷ് പിഷാരടിക്കുള്ളത്. ആ കാലത്ത് മിമിക്രിയിലേക്ക് കടന്നു കയറാൻ സലീംകുമാറിൻ്റെ സഹായം ഒരുപാട് നേടിയ ആളായിരുന്നു രമേഷ് പിഷാരടി. അതുകൊണ്ട് തന്നെ എക്കാലത്തും ഒരു പോലെ സ്നേഹിച്ച ആളായിരുന്നു സലീംകുമാർ ഉയരങ്ങൾ താണ്ടുമ്പോഴും രമേഷ് പിഷാരടി അത്ഭുതത്തോടെ നോക്കി നിന്നു. എന്നാൽ രമേഷ് പിഷാരടിയും ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്ന് MLA ആകുമ്പോൾ ഈ കോൺഗ്രസ്സുകാരൻ എന്നറിയപ്പെടാൻ ആഗ്രഹിച്ച സലീംകുമാറിനും അത് സന്തോഷമായി കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ തീർച്ചയായിട്ടും ഈ മഴയെ അവഗണിച്ച് പരവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. IB ഈഡനും അതുപോലെ രമേഷ് പിഷാരടിയും ഒക്കെ തന്നെ, അതുപോലെ ആൻഡോ ജോസഫും ഒക്കെ അവിടെ എല്ലാവിധമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കറിയുന്ന പോലെ സലീംകുമാർ ഒരുപാട് കാലം ഏഷ്യാനെറ്റിൻ്റെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. കോമിക്കോള, സിനിമാല തുടങ്ങിയ പരിപാടികളിലൊക്കെ സലീംകുമാറിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അന്ന് കോമിക്കോളയും അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമാലയൊക്കെ ചെയ്ത പ്രൊഡ്യൂസർ ആയി പ്രവർത്തിച്ച ഡയാന സിൽവസ്റ്റർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഒരുപക്ഷെ ആളുകൾ ഈ ഡയാന സിൽവസ്റ്റർ എന്താണ് ഇവർക്കൊക്കെ വേണ്ടി ചെയ്തതെന്ന് ഓർമ്മിക്കുന്നുണ്ടാകില്ല. എന്നാൽ മലയാള ടെലിവിഷനിൽ ഇവരുടെയൊക്കെ സാന്നിധ്യം സുപരിചിതമാക്കാൻ ഏറ്റവും കൂടുതൽ എത്തിച്ച ടെലിവിഷൻ പ്രൊഡ്യൂസറായിരുന്നു ഡയാന സിൽവസ്റ്റർ. ഡയാന നമുക്കൊപ്പം കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ഡയാന, ഗുഡ് മോർണിംഗ്. നമുക്ക് സുഖകരമല്ലാത്തൊരു പ്രഭാതമാണെന്ന് സലീംകുമാർ ഇവിടെ വാങ്ങിയിരിക്കുന്നു. അതെ സാർ, ഇതെനിക്കൊരു പേഴ്സണൽ ലോസ് തന്നെയാണ്. കാരണം ഏഷ്യാനെറ്റിലെ സിനിമാല ഞാൻ വരുന്നത്, അതിനു മുമ്പ് തന്നെ എനിക്കൊരു ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധമല്ല, ഒരു ക്ലോസ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ പോലെയാണ്. എൻ്റെ ഫാദറിനായിട്ടാണ് ആദ്യം പുള്ളി പരിചയം ഉള്ളതും സുഹൃത്ത് ബന്ധമൊക്കെ ഉണ്ടായത്. പിന്നീടാണ് ഞാനായിട്ട് കണക്ട് ആകുന്നത്. അപ്പോൾ അന്ന് തുടങ്ങി ഇന്ന് വരെ വന്ന വഴി മറക്കാത്ത ഒരു ആർട്ടിസ്റ്റാണ്. അങ്ങനെ പറയാൻ വളരെ ഫ്യൂ ആർട്ടിസ്റ്റ് മാത്രമേ ഉള്ളൂ. കാരണം അന്ന് എങ്ങനെയായിരുന്നു എന്നോട് അത് കീപ്പ് ചെയ്യാറുണ്ട്. എന്ത് നല്ല ഒരു പുള്ളിയുടെ കരിയറിൽ എന്തെങ്കിലും ഒരു ആഘോഷം എന്ത് വന്നാലും എന്നെ വിളിക്കും. നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഞങ്ങളുടെ സിനിമാലയിൽ എല്ലാവരും വിളിച്ചൊരു വലിയ പാർട്ടി നടത്തി. അങ്ങനെ അന്നും ഇന്നും ഒരേപോലെ ഉള്ളൊരു സ്വഭാവമാണ്. എനിക്ക് പറയാൻ കിട്ടുന്നില്ല, കാരണം ഒരുപാട് ഓർമ്മകളുണ്ട്. സിനിമാല എന്ന പ്രോഗ്രാമിൽ വരുമ്പോൾ പുള്ളി മഹാരാജാസ് കോളേജില്, ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ മിമിക്രിയിൽ ഫസ്റ്റ് കിട്ടി എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇതിലോട്ട് വിളിക്കുന്നത്. അപ്പോൾ അന്ന് ഒരു എപ്പിസോഡിൽ വന്നപ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് അസാധ്യമായിരുന്നു. അപ്പൊ നാച്ചുറലി ഒരു ഡയറക്ടർ അടുത്ത എപ്പിസോഡിന് വിളിക്കുന്നത്, ഒരു വീക്ക്ലി പ്രോഗ്രാം അടുത്ത എപ്പിസോഡിന് വിളിക്കും. പക്ഷെ പുള്ളി പറയും വേണ്ട, കാരണം ഇനി ഒരു 4 മാസം കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ മതി. കാരണം പുള്ളി ക്വാളിറ്റിയിൽ അത്ര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സലീം അഭിനയിച്ച എപ്പിസോഡ്സ് ഇപ്പോഴും ആളുകളുടെ ഓർമ്മയിലുണ്ട്. അത് ഒരു ആർട്ടിസ്റ്റിലും കാണാത്ത ഒരു ക്വാളിറ്റിയാണ്. കാരണം ഒരു ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അടുത്ത എപ്പിസോഡിന് വിളിക്കണം, നിലനിൽക്കണം എന്ന് അവര് പറയാറുള്ളൂ. വിളിക്കാതിരിക്കരുത്. ഇത് വിളിക്കരുതെന്ന് പറയണ ഒരു ആർട്ടിസ്റ്റിന്റെ കരിയറിലുള്ളത് സലീമാണ്. അപ്പോ ഡയാന, എന്തായാലും ഡയാനയ്ക്ക് ഒരു വ്യക്തിപരമായ നഷ്ടമാണ് സലീംകുമാറിന്റെ വിടവാങ്ങലെന്ന് എനിക്കറിയാം. എത്രയോ കാലം പ്രേക്ഷകർക്ക് ഇഷ്ടമായ വേഷങ്ങൾ ചെയ്ത സലീംകുമാറിൻ്റെ പ്രൊഡ്യൂസർ കൂടിയായിരുന്നു ഡയാന സിൽവസ്റ്റർ. ഏഷ്യാനിൽ പ്രൊഡ്യൂസറായിരിക്കുന്ന കാലത്താണ് ഈ സിനിമാല എന്ന ജനപ്രിയ പരിപാടിയിലൂടെ സലീംകുമാറിനെ അവതരിപ്പിക്കാൻ ഡയാനയ്ക്ക് ഭാഗ്യം ലഭിച്ചത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.